നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2 വീലേഴ്സ് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുടെ ഒരു അവസ്ഥയെക്കുറിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് ഞാൻ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ വിഷ്ണു ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു KB ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യമല്ല, ശരിക്കും ഒരു മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. മറുപടി ഇങ്ങനെയാണ്: ബൈക്ക് ഒരിക്കലും അപകടം പിടിച്ചൊന്നല്ല. കാരണം കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന ബൈക്ക് ഡ്യൂക്ക് 390 ആണ്. പൊതുവേ ഡ്യൂക്ക് എന്ന ബൈക്ക് കാലൻ്റെ വണ്ടി എന്നാണ് നാട്ടിൽ പറയുന്നത്. പക്ഷേ ഇത്രയും വർഷമായി മോശം രീതിയിൽ ഇന്ന് വരെ ഞാൻ ആ ബൈക്ക് ഓടിച്ചിട്ടില്ല. നല്ല കാര്യം. ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. സിംഗിൾ സിലിണ്ടർ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർ കൂടിയ ബൈക്കാണ് ഡ്യൂക്ക് 390. അതുകൊണ്ട് തന്നെ മോശം രീതിയിൽ ഓടിച്ചാൽ പണി കിട്ടുമെന്ന് ബോധം ഉണ്ട്. വളരെ മാന്യമായ രീതിയിൽ ഓടിച്ചാൽ ഏത് വണ്ടിയും നന്നായി എത്ര വർഷം വേണമെങ്കിലും ഓടിക്കാം. സോ സേഫ് റൈഡ് ഓൺലി. റെസ്പെക്റ്റ് പബ്ലിക് റോഡ്സ് ആൻഡ് പീപ്പിൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു കമൻറ്റ് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വായിക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. സംഭവം വേറൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും നല്ലൊരു മെസ്സേജും കൂടെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കാരണം നമ്മൾ വീട്ടിൽ നല്ലൊരു വാഹനം മേടിക്കണം, നല്ലൊരു ബൈക്ക് മേടിക്കണം, പവർ കൂടിയൊരു ബൈക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് വീട്ടുകാർ വേണ്ടെന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു കാര്യമാണ്, നമ്മൾ വഴി കൂടെയൊക്കെ പോകുമ്പോൾ ഓരോരുത്തരും ബൈക്ക് സ്റ്റണ്ടിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഉദ്ദേശിച്ചല്ല, ചെയ്യുന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ശരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ളവർക്ക് പോലും ബൈക്ക് മേടിക്കാൻ ഉള്ളിലൊരു പേടി വരും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കൾക്ക് മേടിച്ചു കൊടുക്കാനൊരു പേടി വരും. കാരണം ഇവരിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒരു അപകടം ഉണ്ടായാലോ എന്നുള്ളൊരു പേടിയാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഓടിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് മേടിച്ച് തരും എന്നുള്ളത് ഒരു വലിയ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളും കൂടെ അതുപോലെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും വേണം. അല്ലാതെ ഈ ഒരു 390 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 110cc ബൈക്കാണ്, എനിക്കറിയാം അത് എത്ര കൈ കൊടുത്താലും ഇത്രേ പോകത്തുള്ളൂ എന്നുള്ളത് അറിയാം. ഇപ്പോൾ ഒരു 390 ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു സെക്കൻഡോ തേർഡോ ഗിയർ ഇടുന്നതിന് മുമ്പ് തന്നെ വാഹനം നല്ല സ്പീഡിലോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അപകടമാണോ എന്ന് ചോദിച്ചാൽ, മര്യാദയ്ക്ക് ഓടിച്ച് കഴിഞ്ഞാൽ, അതായത് നല്ല രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഏത് വാഹനം നമുക്ക് സുഖമായിട്ട് നല്ല രീതിക്ക് ഓടിക്കാനും പറ്റും. മെയിൻ്റെനൻസും നല്ല രീതിക്ക്, അതായത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. പക്ഷേ നമ്മൾ ഓടിക്കുന്ന രീതി മോശമാകുമ്പോൾ മെയിൻ്റെനൻസ് കൂടും, സർവീസ് ചാർജ് കൂടും, വാഹനത്തിന് പണി കൂടും, എഞ്ചിൻ്റെ ലൈഫ് കുറയുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നല്ല രീതിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് മര്യാദയ്ക്ക് ഓടിക്കാൻ നോക്കുകയാണെങ്കിൽ എപ്പോഴും എല്ലാവരും നല്ലത് പറയുന്നതായിരിക്കും. നല്ലത് മാത്രം പറയുന്നല്ല, നിങ്ങൾക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല.